നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല സ്കിൻ വൈറ്റനിങ് പാക്കാണ്. എൻ്റെ മുഖം ഒന്ന് ആകെ ഡള്ളായിരിക്കും. നല്ലപോലെ വെയിൽ കൊണ്ടു. ചൂടുകാലം തുടങ്ങിയതിന് ശേഷം ഇവിടെ വെള്ളത്തിന് കുറച്ച് ക്ഷാമം തുടങ്ങി. അപ്പോൾ വെള്ളം പിടിക്കലും തുണി കഴുകലും ഒക്കെ അങ്ങനെ വെയിലത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ആ ഒരു ഡൾനെസ് എന്തായാലും സൺസ്ക്രീൻ തേക്കുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും വെയിൽ കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഡൾനെസ് എന്തായാലും മുഖത്തുണ്ട് എൻ്റെ. അപ്പോൾ നമുക്ക് അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നും വെയിൽ കൊള്ളണവരാണെന്ന് വെച്ചാലും എപ്പോഴെങ്കിലും വെയിൽ കൊള്ളണമെന്ന് നമ്മൾ സ്കിൻ വൈറ്റനിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്കിൻ വൈറ്റനിങ് പാക്ക് ഒന്ന് ഉപയോഗിക്കേണ്ടത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആകെ രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ സ്കിന്നിലത്തെയും കഴുത്തത്തെ അണിച്ചാലും കയ്യത്തെ അണിച്ചാലും കാലത്തെ അണിച്ചാലും എല്ലാം നമ്മുടെ ആ ഡൾനെസ്സും ആ ഒരു ടാൻ അടിച്ചതും അതുപോലെ തന്നെ ഈ പാക്ക് ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് സ്കിൻ വൈറ്റനിങ്ങിന് മാത്രമല്ല നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു വന്ന പാടുകൾ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ ഉണ്ടെച്ചാൽ അതൊക്കെ നല്ലപോലെ മാറാൻ സഹായിക്കണം. നല്ലൊരു പാക്കാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയിട്ട് വന്ന് നോക്കിയാലോ. പാക്ക് ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വരാം. അതിന് മുന്നോടിയായിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടുവച്ചാൽ എൻ്റെ പേര് ദീപ എന്നാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം കണ്ടു നോക്കും. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടതെന്ന് തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കിയത് നോക്കിയിട്ട് വരാം. ഇപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഇന്ന് സ്കിൻ വൈറ്റനിങ് പാക്കാണ് ഉണ്ടാക്കുന്നത്. മുഖം നല്ലപോലെ വെളുക്കാനും പിഗ്മെൻറ്റേഷൻ മാറാനും നമ്മുടെ മുഖത്ത് മുഖക്കുരു വന്ന പാടുകൾ മാറാനും ഒക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ ചന്ദനത്തിൻ്റെ പൊടി. അപ്പോൾ ഞാൻ ചന്ദനത്തിൻ്റെ പൊടിയാണ് ഇട്ടിക്കണത്. റെഡ് ചന്ദനമല്ല, വൈറ്റ് ചന്ദനമാണ് ഇട്ടിക്കണത്. നല്ലപോലെ മുഖം വെളുക്കും പറഞ്ഞാൽ നല്ലപോലെ മുഖം വെളുക്കും. കല്യാണത്തിന് മുമ്പ് ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതാണ്. ചെറുപ്പത്തിൽ കാലിലൊക്കെ ഇങ്ങനെ മുറി ഉണ്ടാവില്ലേ, കുട്ടികൾക്ക് പണ്ടൊക്കെ കണ്ടില്ല, അങ്ങനെ മുറി വന്ന പാടുകൾ എനിക്ക് ഒരുപാടുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ളൊരു ആൾ പറഞ്ഞിട്ട് ഞാൻ ചന്ദനമാണ് കാലിൽ ഉരച്ച് തേച്ചിട്ടുണ്ടായിരുന്നത്. ആ മുട്ടി ഉരച്ച് ചേച്ചി എൻ്റെ കാലിൽ മൊത്തം പാടും മാറിയത് ഈ ഒരു ചന്ദനത്തിൻ്റെ ആ ഒരു ഉരച്ച തേച്ചത് കൊണ്ടാണ് കേട്ടോ. അത്രയും റിസൾട്ട് തന്നൊരു സാധനമാണ് എനിക്ക്. ചന്ദനത്തിൻ്റെ കൂടെ ഞാനിവിടെ ചേർക്കണത് അരിമാവാണേ. നിങ്ങൾക്ക് അരിപ്പൊടി ചേർക്കാം. എന്നിട്ട് അതിൽ നമ്മൾ മിക്സ് ചെയ്യാൻ തക്കാളി ജ്യൂസോ അല്ലെങ്കിൽ തൈരോ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ 2 സ്പൂണ് അരിപ്പൊടി എടുത്തു. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാൻ പാലോ തൈരോ ഞാൻ പറഞ്ഞില്ലേ എന്താണെന്ന് വെച്ചാൽ എടുക്കുക. ഇതിൽ മിക്സ് ആവുകയാണെന്ന് വെച്ചാൽ അങ്ങനെ മിക്സ് ആക്കുക. മാവ് അണച്ചാട്ടോ. അപ്പോൾ എനിക്കിതിൽ മിക്സ് ആവില്ല. അപ്പോൾ നമുക്കിതിലേക്ക് ഇനി കുറച്ച് നാരങ്ങ ജ്യൂസ് ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ്. നമുക്ക് നാരങ്ങയുടെ ജ്യൂസ് തന്നെ തേക്കുമ്പോഴാണ് നമ്മുടെ മുഖത്ത് അത് പറ്റാത്തത് കേട്ടോ. നമ്മൾ ഇങ്ങനെ പാക്കുകളുടെ കൂടെയൊക്കെ ഉപയോഗിക്കുമ്പോൾ നാരങ്ങ ഏറ്റവും നല്ലതാണ്. നല്ല ബ്ലീച്ച് തരും നമ്മുടെ മുഖത്തിന്. അപ്പോൾ ഞാനിപ്പോൾ ഇതാ നാരങ്ങ ജ്യൂസ് ഒഴിച്ചു. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നത് നമ്മുടെ സാദാ പച്ചവെള്ളമാണ്. മിക്സ് ചെയ്യാൻ ആവശ്യത്തിനുള്ള പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ. നിങ്ങൾക്ക് തൈരോ പാലോ ഒഴിക്കുക, അല്ലെങ്കിൽ തക്കാളി ജ്യൂസ് ഒഴിക്കുക, ഏതാ സ്കിന്നിന് ചേരിയാച്ചാൽ ഒഴിക്കുക കേട്ടോ. നല്ല അടിപൊളിയാണ്. ഇതന്നെ നമുക്ക് വെള്ളം ചേർക്കുമ്പോൾ തന്നെ നല്ല റിസൾട്ട് അത്. കാരണം അരി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കും. അതുപോലെ തന്നെ ചന്ദനത്തിൻ്റെ പൊടി നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് സഹായിക്കും. അപ്പോൾ ഞാനിപ്പോൾ അത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തു. ഇത് ഞാൻ എങ്ങനെ ഉപയോഗിക്കുക എന്ന് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ, നമുക്ക് ചന്ദനത്തിൻ്റെ പൊടി തീർച്ചയായും വേണം. ഇതിൽ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കരുത്. ചന്ദനത്തിൻ്റെ പൊടിയാണ് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷൻ മാറാൻ, മുഖക്കുരു വന്ന പാടുകൾ മാറാൻ സഹായിക്കുന്നത്. അതുപോലെ തന്നെ കണ്ണിടയിൽ ഡാർക്ക് സർക്കിൾ മാറാൻ സഹായിക്കും. നല്ല അടിപൊളിയാണ് ചന്ദനത്തിൻ്റെ പൊടി. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയാൽ മതി. നല്ല മണമാണ് കേട്ടോ. ചന്ദനത്തിൻ്റെ നല്ല മണമുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചന്ദനം മുട്ടി ഉണ്ടെന്ന് വെച്ചാൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ചന്ദനം മുട്ടി പറഞ്ഞുകൊണ്ടുണ്ടല്ലോ നല്ലപോലെ ഉരച്ച് മുഖത്ത് തേച്ച് കൊണ്ടുപോകുന്ന അടിപൊളിയാണ്. നമുക്ക് പിന്നെ ഒരു ക്രീമിൻ്റെ പോലും ആവശ്യമില്ല. അത്രയ്ക്ക് മുഖം വെളുക്കാനും മുഖം ക്ലിയർ ആക്കാൻ നല്ല ഗ്ലോയോടുകൂടി ഇരിക്കാൻ ചന്ദനം സഹായിക്കും. ഓൾറെഡി ഞാൻ പറഞ്ഞു, എൻ്റെ ചെറുപ്പത്തിൽ മുറിവൊക്കെ കാലിലൊക്കെ ഉണ്ടായിട്ട് പാടുകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ എനിക്ക് നമ്മൾ ആദ്യമൊക്കെ ഇങ്ങനെ ചെറിയ പാവാടകളൊക്കെ കൊടുക്കുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു കൊടുക്കാൻ കാലിൽ പാടുകൾ കാരണം. അപ്പോൾ എൻ്റെ ആ മടി മനസ്സിലാക്കി ഒരാൾ പറഞ്ഞു തന്നതാണ് ചന്ദനത്തിൻ്റെ മുട്ടിയുണ്ട് ചുരച്ച് കാലിൽ തേക്കി അത് മാറിക്കോളുന്നു. സത്യം പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെ കാലത്ത് ആ മുറിയുടെ പാടുകളൊക്കെ മാറിയത്. അപ്പോൾ അത്രയും നല്ല റിസൾട്ട് നമ്മുടെ കാലിനെ വരെ ക്ലിയർ ആക്കി തന്ന ഒരു സാധനമാണ് ചന്ദനം. കാരണം എനിക്ക് അനുഭവമാണ് ഞാനിത് പറയണത് കേട്ടോ. അപ്പോൾ നമ്മുടെ മുഖത്തേക്ക് പറയണ്ടല്ലോ, ഞാൻ ഒരുപാട് വലിയ പാക്കറ്റുകളൊക്കെ പൊടികളൊക്കെ വാങ്ങി ഞാൻ ഒരുപാട് സ്കിൻ കെയറിൽ ചെയ്ത് അതെല്ലാം കഴിഞ്ഞതാണ്. അത്രയും നല്ലതാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഉപയോഗിക്കാതിരിക്കരുത്. ഉപയോഗിച്ചാൽ മാത്രമേ ഇതിൻ്റെ റിസൾട്ട് അറിയുള്ളൂ. ഞാൻ പറഞ്ഞതുകൊണ്ടും ഞാൻ കാണിച്ചതുകൊണ്ടും മാത്രം കാര്യമില്ല, നിങ്ങൾ ഉപയോഗിക്കണം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾ അടുപ്പിച്ച് ഒരു 10-15 ദിവസം അടുപ്പിച്ച് നിങ്ങൾ തേക്ക്. മിക്സ് ചെയ്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൊടി ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പളേക്കപ്പളെ എടുക്കുക, ഉപയോഗിക്കുക. അങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ. അതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചന്ദനത്തിൻ്റെ മുട്ടിയാണെങ്കിൽ നമ്മൾ അപ്പളേക്കപ്പളെ ഉരച്ചിട്ടാണല്ലോ ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു മസാജ് കൊടുക്കുക.
എന്തൊരു സാധനവും നമ്മൾ തേക്കുമ്പോൾ തന്നെ ഒരു മസാജ് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ്. നമുക്ക് പൊട്ടൊക്കെ ഒന്നെടുത്ത് മാറ്റാം. അതിനുശേഷം നെറ്റിയുടെ 2 സൈഡിൽ കൂടെയൊക്കെ നമുക്ക് ഈ കരിമംഗല്യം വരും. അപ്പോൾ അതിനൊക്കെ അവിടെയൊക്കെ നല്ലപോലെ ഒരു മസാജ് കൊടുക്കുക. ചിലവരുടെ കണ്ടിട്ടില്ലേ നെറ്റി വല്ലാത്തൊരു കളറായിരിക്കും, അതൊക്കെ ഒന്ന് മാറാൻ സഹായിക്കും. പിന്നെ താടിയുടെ താഴെ കറുപ്പ് കളർ വരും നല്ലപോലെ. താടിയുടെ നമുക്ക് ഈ ചുണ്ടിൻ്റെ താഴെ നല്ല കറുപ്പ് കളർ വരും, മൂക്കിൻ്റെ താഴെ നല്ല കറുപ്പ് കളർ വരും. അപ്പോൾ ഈ വായ ചുറ്റും നല്ല പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ളതിനൊക്കെ സഹായിക്കും. പിന്നെ ചിലവർക്ക് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ സൺസ്ക്രീൻ ഉപയോഗിക്കണം കേട്ടോ. ഇതിങ്ങനെ ഉപയോഗിച്ച് നമ്മൾ പാക്ക് മാത്രം ഉപയോഗിച്ചിട്ട് കാര്യമില്ല, സൺസ്ക്രീനും കൂടി ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു 2 മിനിറ്റിൻ്റെ മസാജ് നമ്മൾ ഡെയിലി ഞാൻ മസാജ് എന്തെങ്കിലും ഒരു മസാജ് ഞാൻ ചെയ്യുക കാരണം കൊണ്ട് തന്നെ ഞാൻ കൂടുതൽ മസാജ് ഇപ്പോൾ ചെയ്യുന്നില്ല. നിങ്ങൾ എപ്പോഴും മസാജ് ചെയ്യാത്ത ആളാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 3-4 മിനിറ്റിൻ്റെയൊക്കെ ഒരു മസാജ് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ മുഖത്ത് മസാജ് കൊടുത്തു. മുഖത്ത് ഇത്തിരി കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചന്ദനം അരി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത്തിരി കട്ടിക്ക് തന്നെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോ. ഒരു 20 മിനിറ്റ് നമ്മുടെ മുഖത്ത് ഇരിക്കട്ടെ. അപ്പോൾ നല്ല സ്കിൻ വൈറ്റനിങ്ങിന് നമ്മളെ സഹായിക്കണം. നല്ല അടിപൊളി ഒരു പാക്കാണിത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഞാൻ കഴുത്തിലിപ്പോൾ മസാജ് ഇപ്പോൾ കൊടുക്കണില്ല. ഞാൻ അത് എന്താ പറയുക കഴുകുന്ന സമയത്ത് ഞാൻ മസാജ് കൊടുത്ത് കഴുകിക്കളയാൻ വിചാരിച്ചിട്ടോ. കാരണം നമ്മുടെ ചോട്ടിലൊക്കെ പോവുകയാണേ, താഴെയിലൊക്കെ വീണ് പോവുക. അതുകൊണ്ട് നിങ്ങൾ കുളിക്കണതിന് മുമ്പായിട്ടൊക്കെ നിങ്ങൾ തീയണമെന്ന് വെച്ചാൽ ബാത്റൂമിൽ പോയിട്ട് ഇതുപോലെയൊക്കെ മസാജ് ചെയ്ത് കഴുത്തിലും മുഖത്തും ഒക്കെ തേക്കുക. അതിന് ശേഷം പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളഞ്ഞാൽ മതിയല്ലോ. കുളിക്കുമ്പോൾ അങ്ങോട്ട് കഴുകിക്കളഞ്ഞാൽ മതി. ഡെയിലി നിങ്ങളിതൊന്ന് ചെയ്ത് നോക്ക്. ഒരു 10-15 ദിവസം അടുപ്പിച്ച് നിങ്ങൾ പിന്നെ അത് വിടില്ല. അത്രയും നല്ല അടിപൊളി പാക്കാണേ. ഞാനിപ്പോൾ അതാ കഴുത്തിൽ നല്ല കട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കഴുത്തിൽ മുഖത്ത് ഇട്ട് കൊടുത്തു. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം റിസൾട്ട് കാണാം. ഇപ്പോൾ എൻ്റെ ഫേസിലിട്ടിട്ട് 20 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് കഴുകിയിട്ട് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. അടിപൊളി കളറാണ് കിട്ടിയേക്കണത്. നല്ല മാറ്റമുണ്ട്. ഇത് നമ്മൾ ഡെയിലി ചെയ്യണമെന്ന് വെച്ചാൽ എത്ര വലിയ മുഖത്തുള്ള പാടുകളും പുള്ളികളും കുത്തുകളും എല്ലാം മാറി സ്കിൻ നല്ലപോലെ വെളുക്കും. കഴുത്തിലാണെച്ചാലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുഖത്ത് നല്ല റിസൾട്ടാണ് കിട്ടിയേക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും നല്ല റിസൾട്ട് തന്നെ കിട്ടുമെന്ന് ഞാൻ ഉറപ്പ് തരികയാണ്. ഞാൻ കുറേ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.